ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ്. മേക്ക് എ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഇറ്റലിയിൽ നിന്നുള്ള കുട്ടി അവൻ്റെ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്നുള്ള കുട്ടിയാണ് എഴുതുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഹിൻസ് കൊടുത്തതെന്ന് അവിടെ മേലെ ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ പേരുണ്ട്, അവരുടെ പതാകയുടെ നിറങ്ങളുണ്ട്, അതേപോലെ തന്നെ മെയിനായിട്ടുള്ള സെലിബ്രേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഫ്രാൻസ്. It's a beautiful country. Its capital is Paris. Our flag has 3 colors, blue, white and red. Most people in France speak French. We are famous for our delicious food like croissants, baguettes and macarons. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഫ്രാൻസ് ഈസ് ഓൾസോ ഹോം ടു അമേസിംഗ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ലൈക്ക് ഈഫിൽ ടവർ, the lovely museum and the beautiful beaches of the French Riviera. If you visit France, you might even see animals like the French bulldog and wild boar. ഇനി നമുക്ക് ഇതിൻ്റെ മലയാളം നോക്കാം. ഹായ് കൂട്ടുകാരെ, എൻ്റെ രാജ്യം ഫ്രാൻസ് ആണ്. അതൊരു മനോഹരമായ ഒരു രാജ്യമാണ്. അതിൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാനം എന്ന് പറയുന്നത് പാരീസ് ആണ്. എൻ്റെ രാജ്യത്തിൻ്റെ പതാക 3 നിറങ്ങളിലാണ്. ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ് ആണ്. പിന്നെ എന്താണ്, എല്ലാവരും അവിടെ സംസാരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയാണ്. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ പേര് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് പറയുന്നുണ്ട്. ഈഫിൽ ടവറാണ്, ദ ലവ്ലി മ്യൂസിയം ആൻഡ് ദ ബ്യൂട്ടിഫുൾ ബീച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇഫ് യു വിസിറ്റ് ഫ്രാൻസ് അല്ലേ, നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രാൻസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള മൃഗങ്ങളായ ബുൾഡോഗിനെയും വൈൽഡ് ബെയറിനെയും കാണാം. ഇനി എന്താണ് പറയുന്നത്, ദ വെദർ ഇൻ ഫ്രാൻസ് ഈസ് പ്ലസൻറ്റ് വിത്ത് വാം സമ്മേഴ്സ് ആൻഡ് കൂൾ വിൻറ്റേഴ്സ്. അവിടെയുള്ള കാലാവസ്ഥയാണ് പറയുന്നത്. സമ്മർ അല്ലേ, ചൂട് സമയമുണ്ട്, നല്ല തണുത്ത സമയങ്ങളും ഉണ്ട്. വി ലവ് സെലിബ്രേറ്റിംഗ് ഹോളിഡേയ്സ് ലൈക്ക് ബർത്ത്ഡേ ഡേയ്സ്, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ അല്ലേ. അവരുടെ പ്രധാന ആഘോഷങ്ങളാണ് പറയുന്നത്. എന്താണ്, ക്രിസ്മസ് ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, പിന്നെ ബാസിലേ ഡേ ഉണ്ട്. അതെന്താണെന്ന് അറിയില്ല, അവരുടെ ഒരു ആഘോഷത്തിൻ്റെ പേരാണ്. ഓക്കെ, വേർ വി എൻജോയ് പാരഡൈസ്, ഫയർവർക്സ് ആൻഡ് ട്രഡീഷണൽ ഫുഡ്. ആ സമയത്തൊക്കെ അവർ നന്നായി എൻജോയ് ചെയ്യും. എങ്ങനെയൊക്കെയാണ്, പടക്കം പൊട്ടിച്ചും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഇതേപോലെ എഴുതി നോക്കിയാലോ. ഇവിടെ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് എഴുതുമ്പോൾ ആഘോഷങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ആഘോഷങ്ങൾ എഴുതാം. ഓക്കെ, റെഡിയല്ലേ? അപ്പം നമുക്ക് എഴുതി നോക്കിയാലോ.